Hi, so this is Super 30. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ഡു ദ ക്വസ്റ്റ്യൻ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലേ ലിസ്റ്റിലുണ്ട് കേട്ടോ. ലെറ്റ് എ ടോട്ടൽ ചാർജ് 2q ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ സ്പിയർ ഓഫ് റേഡിയസ് r. ഇവിടെ നമ്മളോട് പറയുന്നത് ഇവിടെ r റേഡിയസ് ആയിട്ടുള്ളൊരു സ്പിയർ ഉണ്ട്. r റേഡിയസ് ആയിട്ടുള്ളൊരു സ്പിയർ. ഇതിൽ ടോട്ടൽ ചാർജ് എത്രയാണ്? 2q എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 2q എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2q ഇതിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വിത്ത് ദ ചാർജ് ഡെൻസിറ്റി ഗിവൺ ബൈ റോ ആർ ഈക്വൽ ടു കെ ആർ വേർ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഇതിലെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഓഫ് ആർ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ കെ ഓഫ് ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിനർത്ഥം സെൻറ്ററിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യും തോറും ചാർജിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് പല ഭാഗത്തും പല ചാർജ് ആയിരിക്കും. ക്ലിയർ? ടോട്ടൽ ചാർജ് 2q ആണ്, പക്ഷേ ചാർജ് ഡെൻസിറ്റി എന്താ? വേരിയിങ് ആണ്. പല ഭാഗത്തും പല ചാർജ് ആയിരിക്കും. ശരി, ബാക്കി നോക്കാം. 2 ചാർജസ് എ ആൻഡ് ബി ഓഫ് -q ഈച്ച് ആർ പ്ലേസ്ഡ് ഓൺ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് എ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ നിന്നും എ ഡിസ്റ്റൻസ് അകലെ നമ്മൾ എന്ത് ചെയ്തു? സെൻറ്ററിൽ നിന്ന് എ ഡിസ്റ്റൻസ് അകലെ ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ചാർജിനെ വെച്ചു. ഒരു ചാർജ് എ, മറ്റേ ചാർജ് ബി. രണ്ടും എത്ര വെച്ചാടാ? രണ്ടും -q ആണ്. കണ്ടോ? ക്ലിയർ? സെൻറ്ററിൽ നിന്ന് എ ഡിസ്റ്റൻസ് അകലെ നമ്മൾ എന്ത് ചെയ്തു? -q ചാർജുകൾ ഇങ്ങനെ വെച്ചു, എയും ബിയും. ക്ലിയർ? അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇഫ് എ ആൻഡ് ബി ഡു നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ് ദെൻ എ ഈസ് ഈക്വൽ ടു. നമ്മൾ ഈ വെച്ച എയും ബിയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഇവർ വെച്ചിട്ടുണ്ടായിരിക്കുക? ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിതിനു വേണ്ടി എന്ത് ചെയ്യാം? ഈ ഒരു എ റേഡിയസ് ആയിട്ടുള്ളൊരു സ്പിയർ കൺസിഡർ ചെയ്യാം. എ റേഡിയസ് ആയിട്ടുള്ള സ്പിയർ ഞാൻ കൺസിഡർ ചെയ്തു. ക്ലിയർ? നമ്മളുടെ അടുത്ത് പറയുന്നു എയുടെ മേലെയും ഫോഴ്സ് ഇല്ല, ബിയുടെ മേലെയും ഫോഴ്സ് ഇല്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചാർജിനെ കൺസിഡർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നുകിൽ എനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ബിനെ കൺസിഡർ ചെയ്യാം. ഞാനിവിടെ എനെ കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് എനെ കൺസിഡർ ചെയ്തിട്ട് എയുടെ മേൽ ഫോഴ്സ് ഇല്ല, അതായത് എഫ് നെറ്റ് 0 ആണ്. ഇതാണ് അവർ പറയുന്ന കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് നെറ്റ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സസ് സെയിം ആയിരിക്കും. ഓക്കെ, നമ്മളിനി ഈ എയുടെ മേലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചാലോ? ഇത് -q ആണ്, അല്ലേ? ബി എന്ന് പറയുന്നത് -q ആണ്. അപ്പോൾ എനെ ബി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് ഈസ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി. ശരിയല്ലേ? അതെ. അപ്പോൾ എയുടെ മേലെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് എയുടെ മേലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആവുക. ശരിയല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഏതായിരിക്കും? ശ്രദ്ധിക്കാം. ഈ ഒരു പച്ച സ്പിയർ ഇല്ലേ? പച്ച സ്പിയറിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടല്ലേ, അല്ലേ? നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? സ്പിയറിൻ്റെ കേസിൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് മൊത്തം അതിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കണതെന്ന് വിചാരിച്ചിട്ട്, സപ്പോസ് ഇതിൽ ചാർജ് q ഡാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ഈ q ഡാഷ് സെൻറ്ററിലാണ് ഇരിക്കണതെന്ന് വിചാരിച്ചിട്ട് ഈ q ഡാഷും -q തമ്മിലുള്ള ഫോഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. യെസ് ഓർ നോ? അതല്ല, അങ്ങനെയല്ല നമ്മൾ അസ്യൂം ചെയ്യുക. ഒരു സ്പിയറിലേക്കുള്ള ചാർജുകൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? സെൻറ്ററിലാണ് ഇരിക്കണമെന്ന് അസ്യൂം ചെയ്യല്ലേ ചെയ്യുക. ശരി. അപ്പോൾ ഇതിലെ q ഡാഷ് സെൻറ്ററിലാണെങ്കിൽ ഈ q ഡാഷ് ഈ എയുടെ മേലൊരു ഫോഴ്സ് ഉണ്ടാക്കും, അല്ലേ? ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു q ഡാഷ്. അപ്പോൾ ഈ ഫോഴ്സാണ് ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തു. ക്ലിയർ? ശരി. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എ ബിനെ ആര് ബാലൻസ് ചെയ്യണം? എഫ് എ q ഡാഷ് ബാലൻസ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഇൻറ്റു എ എന്താ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -q, ബി എന്താ? q, അല്ലേ? സോറി, മൈനസ് സൈൻ ഇട്ട് കൊടുക്കണ്ട, ഫോഴ്സ് കണ്ടുപിടിക്കാൻ. കെ ഇൻറ്റു q1 q2. അപ്പോൾ q² ഡിവൈഡഡ് ബൈ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2a സ്ക്വയർ, അല്ലേ? അതായത് 4a² എന്ന് കിട്ടും. ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു എഫ് എ q ഡാഷ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതുപോലെ കെ ഇൻറ്റു എ എത്ര? q ഇൻറ്റു q ഡാഷ് ഡിവൈഡഡ് ബൈ q ഡാഷ് മുതൽ q വരെയുള്ള എ വരെയുള്ള ദൂരം എത്ര? a². ശരിയല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് a² കണ്ടുപിടിക്കാം. ചെറിയൊരു പ്രശ്നമുള്ളത്, ഇവിടെ ചെറിയൊരു പരിപാടിയുള്ളത്, ഈ q ഡാഷ് എത്രയാണെന്ന് നമുക്കറിയില്ല.
ഈ ടോട്ടൽ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജ് എത്ര 2q. ഈ ചെറിയ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് q ഡാഷ്. അത് നമുക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യുക? സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ടോട്ടൽ റേഡിയസ് 6 ആണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ സെൻറ്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് ആയാലും നമ്മൾ എന്ത് ചെയ്യും? ഒരു dr തിക്നെസ് ഉള്ള സ്ട്രിപ്പ് കട്ട് ചെയ്യും. കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. dr തിക്നെസ് ഉള്ള സ്ട്രിപ്പ് കട്ട് ചെയ്യും. എന്നിട്ട് ഈ drൻ്റെ ഉള്ളിലുള്ള ചാർജ് അതെന്തായിരിക്കും? ചെറിയ ചാർജ് ആയിരിക്കും അല്ലേ? ആ ചെറിയ ചാർജ് dq എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഡെൻസിറ്റി ആയിട്ടുള്ള റോ ഓഫ് r ഇൻറ്റു ഇതിൻ്റെ വോളിയം ആയിരിക്കും അല്ലേ? ഇതായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ചെറിയ ചാർജിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? റോ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kr ഇൻറ്റു ഈ ചെറിയ സ്ട്രിപ്പിൻ്റെ വോളിയം എന്താ? 4πr² dr. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇവിടെ ചാർജ് ഡെൻസിറ്റി വേരിയിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പച്ച സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്നു. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ചാർജ് ഡെൻസിറ്റിൻ്റെ വോളിയം ചെയ്താൽ മതി, ഇതിൻ്റെ വോളിയം അല്ലേ? പക്ഷേ ഇവിടെ ചാർജ് ഡെൻസിറ്റിയെ വേരിയിങ് ആണ്. വേരിയിങ് ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടോട്ടൽ കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? 0 മുതൽ ഇതിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 0 മുതൽ a വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് കിട്ടും. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4 കോൺസ്റ്റൻറ്റ്, പിന്നെ പൈ പുറത്ത് വന്നു, പിന്നെ k പുറത്ത് വന്നു, പിന്നെ എന്താ പറയുക r². നമുക്ക് ഇവിടെ r² അപ്പോൾ r³ വരും. r³ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁴/4 എന്ന് വരും. ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ a⁴/4 എന്ന് വരും. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും നമ്മുടെ q ഡാഷ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതൊക്കെ ക്യാൻസലായി. അപ്പോൾ ഞാനിവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ച്, ഇവിടെ ഓപ്ഷൻ വേണ്ടത് ക്യാപിറ്റൽ ആറിൻ്റെ ടേംസിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതിയിരിക്കണ ഇതിലൊന്നും ക്യാപിറ്റൽ ആർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ ആറിൻ്റെ ടേംസിലേക്ക് q ഡാഷിനെ കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കി. ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് q ഡാഷ് ഈക്വൾ ടു എനിക്ക് എന്താണെന്ന് കിട്ടി? q ഡാഷ് ഈക്വൾ ടു πk a⁴ അല്ലേ? അതായത് റേഡിയസ് a ആയിട്ടുള്ള സ്പിയറിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് q ഡാഷ്. ഇനിയിപ്പോൾ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുകയാണെങ്കിലോ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണ്? ക്യാപിറ്റൽ ആർ റേഡിയസിനുള്ളിലുള്ള ചാർജ് ടോട്ടൽ ചാർജ് എത്രയാണ്? അത് തന്നിരുന്ന ചാർജ് 2q. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? π × k × a വരെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ r⁴. ഇതിന് എനിക്കൊരു റിലേഷൻ കിട്ടി. q ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? q ഡാഷ് ഈക്വൾ ടു 2q × a⁴/r⁴. അപ്പോൾ ഈ ഇക്വേഷനിൽ q ഡാഷിന് വരെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആറിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. സോ kq² വിസിബിൾ അല്ലേ? യെസ്. kq² ഡിവൈഡഡ് ബൈ 4a² ഈക്വൾ ടു kq × q ഡാഷിന് വരെ എന്തിട്ട് കൊടുക്കാം? ഇതിട്ട് കൊടുക്കാം. 2q a⁴ ഡിവൈഡഡ് ബൈ ഇവിടെ ഓൾറെഡി ഒരു a² ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഇതിൻ്റെ ബാക്കി r⁴ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ അങ്ങോട്ട് ഇവിടെയൊക്കെ ക്യാൻസൽ ചെയ്യുക. k ക്യാൻസൽ. പിന്നെന്തുള്ളത്? പിന്നെന്തൊക്കെയുള്ളത്? q². ഇവിടെ ഒരു q ഉണ്ടല്ലേ? q² ഇതായിട്ട് ക്യാൻസലായി. പിന്നെന്തുള്ളത്? പിന്നുള്ളത് ഇവിടെ a² ഉണ്ട്. ഈ a² ഇതായിട്ട് ക്യാൻസലായി. ബാക്കി ഇവിടെ ഉള്ള 2 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തായി? ശ്രദ്ധിക്കുക, r⁴ ഇപ്പുറത്തേക്ക് എടുത്തു, മുകളിലേക്ക് വന്നു, താഴെ 8 ഉണ്ട്. ഇവിടെ എന്തുള്ളത്? ഇവിടെ a⁴ ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? a ആണ്. a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടുപിടിക്കേണ്ടത് a അല്ലേ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁴ വാല്യൂ ഇതാണ് അല്ലേ? a കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? r⁴/8 all⁴ എന്ന് എടുക്കാം. ഈ 4ന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ all⁴ ആയി. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8⁻⁻⁴ ദെൻ ഇൻറ്റു r എന്ന് കിട്ടും അല്ലേ? സോറി, ഇപ്പോൾ അവർ രണ്ടുപേർക്കും കൊടുക്കുമ്പോൾ ഈ 4 ക്യാൻസലായി. ഇവിടെ 8⁻⁴ മുകളിലേക്ക് എടുക്കുമ്പോൾ 8⁻⁻⁴ ഇൻറ്റു r. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ.